ഇപ്പോൾ ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം എന്തായിരിക്കും ഔട്ടായതെന്ന് എപ്പോഴെങ്കിലും സ്വയം ആലോചിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? അതെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലവരുമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇൻ്റർവ്യൂ തന്നെ കുറേ പേരുടെ മുമ്പിൽ ഇരുന്നപ്പോൾ അവരുടെയൊക്കെ ചോദ്യങ്ങളുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും കാരണം. ഇറങ്ങിയ ഉടനെ അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പാളിപ്പോയത്, ഇവിടെയാണ് രഞ്ജിത്തിന് പാളിപ്പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് പാളിപ്പോയിട്ടില്ല. കാരണം ഞാൻ എന്താണ് എൻ്റെ ഒരു പ്ലാനായിട്ടാണ് ഞാൻ പോയത്. മീൻസ് എങ്ങനെ നിൽക്കണം, അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ കാണുന്നവരോട് വഴക്കിട്ട് ചീത്ത വിളിച്ച് നിൽക്കുക എന്നുള്ളതിനപ്പുറം അതിനൊരു സ്പേസ്. ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ, എല്ലാ ഇമോഷൻസും കൂടെ ചേർന്നാണ് ബിഗ് ബോസ്. വഴക്കിടുന്നത് സംഘർഷം മാത്രമല്ല, അവിടെ ഇമോഷൻസും എല്ലാം വരും. ബാക്കി കാര്യങ്ങൾ, തമാശ വരാം, സെൻറ്റിമെൻറ്റ്സ് വരാം, മറ്റു പല ഘടകങ്ങളും ചേരുന്നതാണല്ലോ ബിഗ് ബോസ്. അപ്പോൾ വഴക്കിടാനായിട്ടും പർപ്പസ്ഫുള്ളി ബഹളം വയ്ക്കാനായിട്ടും കുറച്ച് ടീമുണ്ടാവും. എന്നാൽ വഴക്കിടുന്നതിൽ ഞാൻ എതിരൊന്നുമല്ല. വഴക്കിടരുത്, അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നടന്ന എല്ലാ വഴക്കും ബഹളത്തിലും ഒക്കെ ഞാനും ഇടപെടേണ്ട കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്, മധ്യസ്ഥനായിട്ടുണ്ട്, ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഏരിയ പ്രധാനമായിട്ടും കാണുമ്പോൾ ഉടനെ വഴക്കിടുക എന്നുള്ളതല്ലായിരുന്നു.